ഇതെന്തൊക്കെ അരച്ചെടുത്തേക്കുന്നതെന്നറിയാം, അത് കാണിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഒരു തേങ്ങ, കുറച്ചേറെ ചുമന്നുള്ളി, കുറച്ച് ജീരകം, ഇത്രയും കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എന്നാത്തിനുള്ള പുറപ്പാടാന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതുണ്ടോ നിറപറയുടെ അരിപ്പൊടി, 1/2 കിലോ പാക്കറ്റാണ്. നമ്മളെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയില്ലേ, ഇടിയപ്പം ഉണ്ടാക്കാനുള്ള. നമുക്ക് കടുകടയ്ക്ക, ചീട എന്നൊക്കെ പറയുന്ന സാധനമില്ല, ഓണത്തിന് ചെറിയ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്, ചെറുത് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്ന ആ സാധനം ഉണ്ടാക്കാൻ. എല്ലാ നാട്ടിലും ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കോട്ടയത്തുണ്ടല്ലോ, പണ്ട് വെല്ലിച്ചനൊക്കെ ഉള്ളപ്പോൾ, അതായത് അച്ചാച്ചിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അച്ഛൻ്റെ അച്ഛനുള്ള സമയത്ത് ഒത്തിരി ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ കൂട്ടുകൂടുമ്പോൾ ഒത്തിരി എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം അച്ചാച്ചി ഇരുന്ന് ഇങ്ങനെ കുഴച്ചിട്ട് എല്ലാവരും കൂടെ ഉണ്ടാക്കും. നല്ല രസമാണ് കേട്ടോ. ഒരെണ്ണമൊക്കെ തരും വറക്കുമ്പോൾ ഞങ്ങൾ പിള്ളേർക്ക്. അതൊക്കെ ഒരു ഓർമ്മകളാണ്. അപ്പം ഞാനും പരീക്ഷിക്കാറുണ്ട്. അപ്പം അച്ചാച്ചിയൊക്കെ ഇങ്ങനെ എങ്ങാണ്ട് ഉഴുന്നൊക്കെ പൊടിച്ചിടും, അത് പൊട്ടിത്തെറിക്കും, അളവറിയത്തില്ലേ, എനിക്കതറിയത്തില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അരിപ്പൊടി 1/2 കിലോ കവർ എടുക്കും, അത് നല്ലതായിട്ട് പൊടിച്ച് ഇടിയപ്പത്തിൻ്റെ അതിനകത്തിലോട്ട് നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും തെറ്റിപ്പോയി തേങ്ങയും ചുമന്നുള്ളിയും നല്ല ജീരകവും കൂടെ അരച്ച് ചേർക്കും. എന്നിട്ട് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കും. അത് ഇത് അരച്ചില്ലേ നമ്മൾ, അതും അരിപ്പൊടിയും കൂടെ യോജിപ്പിച്ചിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് ഇതിനകത്തിലോട്ട് വേണം ഇച്ചിരി തിളച്ച വെള്ളം ഉപ്പിടണേ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ചൂടുവെള്ളമാണ് നല്ലത്. അപ്പം അധികം ഇതില്ലല്ലോ, എന്താ മൂക്കാൻ വേണ്ടിയേ പാടുവരില്ലല്ലോ. അപ്പം നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. കടുകടയ്ക്കൊക്കെയുള്ള മാവ് കുഴച്ച് വെച്ചു.